ഏവർക്കും നമസ്കാരം. എംസെറ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് അതിനൊരു അവസാനം കുറിക്കാമെന്ന് തീരുമാനിച്ചു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മെയ് 22 വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. ലോക ജൈവ വൈവിധ്യ ദിനം. 2000 മുതലാണ് നമ്മൾ മെയ് 22 വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ അഥവാ ലോക ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അതിന് മുൻപ് 1993 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഡിസംബർ 29 ജൈവ വൈവിധ്യ ദിനമായി നമ്മൾ ആചരിച്ചിരുന്നത്. ഡിസംബറിൽ ഒരുപാട് അവധികളാണ് എന്നുള്ള കാരണം കൊണ്ടാണ് ഡിസംബർ 29 നിന്നും മെയ് 22 ഈ ജൈവ വൈവിധ്യ ദിനാചരണം മാറ്റിയത്. ഓരോ വർഷവും വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേയുമായി ബന്ധപ്പെട്ട ഓരോ പ്രമേയങ്ങളുണ്ടായിരിക്കും. 2024 ബയോഡൈവേഴ്സിറ്റി ഡേ തീം എന്ന് പറയുന്നത് ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നുള്ളതാണ്. എന്തായാലും മെയ് 22 പ്രത്യേകത പഠിച്ച സ്ഥിതിക്ക് ചില 22കൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് PSC ഒക്കെ പഠിക്കുന്ന ആളുകൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. മാർച്ച് 22, ഏപ്രിൽ 22, മെയ് 22. മെയ് 22 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മെയ് 22 ജൈവ വൈവിധ്യ ദിനമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മാർച്ച് 22 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വേൾഡ് വാട്ടർ ഡേ, ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 22. തൊട്ടടുത്ത മാസം ഏപ്രിൽ 22 ഭൗമദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. വേൾഡ് എർത്ത് ഡേ, ഭൂമിക്കൊരു ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഏപ്രിൽ 22. മെയ് 22 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആണെന്നുള്ളത്. നമ്മൾ കണക്കുമായി ബന്ധപ്പെട്ടൊരു ചാനലായതുകൊണ്ട് ഡിസംബർ 22 പ്രത്യേകതയും കൂടി പറയാം. ഡിസംബർ 22 നമ്മുടെ ഇന്ത്യയിൽ ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത്. ശ്രീനിവാസ രാമാനുജൻ എന്ന് പറയുന്ന വലിയ ഗണിതശാസ്ത്രജ്ഞൻ്റെ ജന്മദിനമാണ് ഡിസംബർ 22. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് 2011 മുതൽ ഡിസംബർ 22 എന്ന് പറയുന്ന ദിവസം നമ്മൾ ദേശീയ ഗണിത ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള അറിവ് പകരുന്ന ഒരുപാട് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ്, ലോക വനദിനം വേൾഡ് ഫോറസ്റ്റ് ഡേ എന്നാണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.